കോൺഗ്രസിനെ ദുർബലമാക്കുന്നതിൽ ഏറ്റവും നിർണായകമായ പങ്കുവഹിച്ചത് ആ മണ്ഡൽ രാഷ്ട്രീയത്തിൻ്റെയും കമണ്ഡൽ രാഷ്ട്രീയത്തിൻ്റെയും നിർണായകമായ സംഘർഷത്തിൻ്റെ ഘട്ടത്തിൽ നിങ്ങൾ എവിടെ നിന്നു കോൺഗ്രസ് എന്ന ചോദ്യമാണ്. ബാബരി മസ്ജിദ് തകർക്കലിന് നേതൃത്വം കൊടുത്ത രാഷ്ട്രീയ പ്രസ്ഥാനം അവർ രാഷ്ട്രീയാധികാരത്തിലേറി അവർ സ്റ്റെബിലൈസ് ചെയ്തൊരു ഘട്ടം എന്ന് പറയുമ്പോൾ അതിൻ്റെ മറ്റൊരർത്ഥം എന്താണ്? അതുവരെ അധികാരത്തിലുണ്ടായിരുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം അവർ ചരിത്രത്തിൽ ഏറ്റവും ദുർബലമായൊരു ഘട്ടം കൂടിയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ദുർബലരായിപ്പോയത് എന്ന് ബാബരി മസ്ജിദിനെ മുൻനിർത്തി കോൺഗ്രസ്സിന് ആലോചിക്കാവുന്നതാണ്. ഇന്ത്യയിൽ ഈ പറയുന്ന ബാബരി മസ്ജിദ് തകർക്കലിലേക്ക് നയിച്ചിട്ടുള്ള റാം ജന്മഭൂമി പ്രസ്ഥാനം അതിൻ്റെ ആ പ്രസ്ഥാനത്തിലെ ഏറ്റവും നിർണായകമായൊരു മുഹൂർത്തമാണ് ലാൽകൃഷ്ണ അഡ്വാനി നടത്തിയ രഥയാത്ര എന്ന് പറയുന്നത്. ആ രഥയാത്രയുടെ കോണ്ടെക്സ്റ്റ് എന്തായിരുന്നു? സോംനാഥിൽ നിന്ന് അയോധ്യയിലേക്കുള്ള രഥയാത്ര. അതിൻ്റെ കോണ്ടെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് ഇന്ത്യയിൽ നടപ്പിലാക്കാൻ അന്നത്തെ VP സിംഗ് സർക്കാർ തീരുമാനിക്കുമ്പോഴാണ് രഥയാത്ര പ്രഖ്യാപിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഹിന്ദുത്വ പ്രസ്ഥാനത്തെ അതിനെ പിടിച്ചു കെട്ടാൻ പറ്റിയ ഏറ്റവും പ്രഹരശേഷിയുള്ള ആയുധമായിരുന്നു ഈ മണ്ഡൽ രാഷ്ട്രീയം എന്ന് പറയുന്നത്. മണ്ഡൽ രാഷ്ട്രീയത്തിനെതിരെ കമണ്ഡൽ രാഷ്ട്രീയത്തെ മുന്നോട്ട് വയ്ക്കുന്നു. ആ സന്ദർഭം അതൊരു ചരിത്ര സന്ദർഭമായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ചത്. ആ സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞ ഡിസംബർ 6 കോൺഗ്രസ് എടുത്ത അല്ലെങ്കിൽ നരസിംഹറാവു എടുത്ത സമീപനത്തേക്കാൾ കോൺഗ്രസിനെ ദുർബലമാക്കുന്നതിൽ ഏറ്റവും നിർണായകമായ പങ്കുവഹിച്ചത് ആ മണ്ഡൽ രാഷ്ട്രീയത്തിൻ്റെയും കമണ്ഡൽ രാഷ്ട്രീയത്തിൻ്റെയും നിർണായകമായ സംഘർഷത്തിൻ്റെ ഘട്ടത്തിൽ നിങ്ങൾ എവിടെ നിന്നു കോൺഗ്രസ് എന്ന ചോദ്യമാണ്. ചരിത്രത്തിലെ തെറ്റിൻ്റെ ഭാഗത്ത് അവർ നിലകൊണ്ട സന്ദർഭമായിരുന്നു അത്. അതിൻ്റെ തുടർച്ചയിലാണ് കോൺഗ്രസ് ദുർബലമാകുന്നതെന്നും ഇന്ത്യ ഇന്ന് നമ്മൾ കാണുന്ന ഈ ഇന്ത്യയായി മാറിയതെന്നും കോൺഗ്രസ് തിരിച്ചറിയേണ്ട ഒരു ദിവസം കൂടെയാണ്.